അടുത്തത് ഓൾജിബ്രിക് ഫോമുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൾജിബ്രിക് ഫോം ഏകദേശം 4n+5 അല്ലെങ്കിൽ 2n-2 അല്ലെങ്കിൽ 5n ഇതുപോലെ എന്നിൽ എഴുതി വെക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുവാണ് നിങ്ങളോട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ മലയാളത്തിൽ ബീജഗണിത രൂപം 6n+1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം നമുക്ക് തന്നു. എന്നിട്ട് നമ്മളോട് പറയും എന്ത് കണ്ടുപിടിക്കാൻ? സീക്വൻസ് എഴുതാൻ. ആ അരിത്തമെറ്റിക് സീക്വൻസ് ഏതാന്ന് ചോദിക്കും, ആ സമാന്തര ശ്രേണി ഏതാന്ന് ചോദിക്കും. എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. നമ്മളോട് ആ അരിത്തമെറ്റിക് സീക്വൻസ് ഏതാന്ന് ചോദിക്കും. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം വേണം, സെക്കൻഡ് ടേം വേണം, തേർഡ് ടേം വേണം. ഈ 3 ടേമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആയി. നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസിൽ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കുന്നു അതാണ് ആ ടേം. അതായത് എന്നിന് 10ാമത്തെ ടേം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കും? 10 ഇട്ട് കൊടുക്കും. 50ാമത്തെ ടേം 50ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കും? 50 ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് അപ്പൊ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 6n+1 ആണ്. എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുമ്പോൾ 6x1+1. 6x1 6 ആണ്. 6 1 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 7. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി 7. ഇനി നമുക്ക് സെക്കൻഡ് ടൈം അല്ലേ? അപ്പൊ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ? 6n+1 ആണ്. എന്നിന് പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ 6x2+1. 6x2 എത്രയാണ്? 12 +1. 12 13 കിട്ടി. ഇനി ഒരെണ്ണം കൂടി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. തേർഡ് ടേം. ഇപ്പൊ 2ാമത്തെ ടേം 13. തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. അപ്പൊ 6n+1 6x3+1. 6x3 എത്രയാണ്? 18 19. നോക്കിയേ, 7ന്റെ കൂടെ 6 കൂട്ടി 13, 6 കൂട്ടി 19. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ സീക്വൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ. എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക, അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടും. എന്നിന് പകരം 2 ഇട്ട് കൊടുക്കുക, സെക്കൻഡ് ടൈം കിട്ടും. എന്നിന് പകരം 3 ഇട്ട് കൊടുക്കുക, തേർഡ് ടൈം കിട്ടും. എളുപ്പമല്ലടാ.